നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയൽ താരം രേഖ രതീഷ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്യുന്ന യൂട്യൂബർമാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് അഭിസംബോധന ചെയ്തിരിക്കുകയാണ് താരം. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വൈകാരികമായ വീഡിയോയിലൂടെയാണ് രേഖ തന്റെ സങ്കടം ലോകത്തെ അറിയിച്ചത്. കഴിഞ്ഞ 2 മാസമായി ചില യൂട്യൂബ് ചാനലുകൾ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ വാർത്തകളും മോശം തംബ്നെയിലുകളും പ്രചരിപ്പിക്കുകയാണെന്നാണ് രേഖ പറയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും വീഡിയോയിൽ താരം പങ്കുവെക്കുന്നുണ്ട്. കഴിഞ്ഞ 8 മാസമായി തനിക്ക് ജോലിയില്ലെന്നും ഫ്ളാറ്റിൽ ഒതുങ്ങിക്കൂടുകയാണെന്നും രേഖ വെളിപ്പെടുത്തി. ഈ പ്രതിസന്ധിക്കിടയിലാണ് യൂട്യൂബർമാരുടെ വേട്ടയാടൽ. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ ഈ യൂട്യൂബർമാരായിരിക്കും എന്ന രേഖയുടെ വാക്കുകൾ സൈബർ ആക്രമണത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നുണ്ട്. ചില യൂട്യൂബേഴ്സ് കാരണം താൻ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുവെന്നാണ് നിറകണ്ണുകളോടെ വിവരിച്ചുകൊണ്ട് രേഖ ആ വീഡിയോ പറയുന്നത്. താൻ 7-8 മാസമായി ജോലിയില്ലാതെ ഫ്ളാറ്റിൽ കഴിയുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനാണ് തനിക്കുള്ളത്. കഴിഞ്ഞ 2 മാസമായാണ് യൂട്യൂബേഴ്സിന്റെ ശല്യം രൂക്ഷമാകുന്നത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ തന്നെ തേജോവധം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കുമെന്നും അതുകൊണ്ടെങ്കിലും അവരത് അവസാനിപ്പിക്കണമെന്നും രേഖ പറഞ്ഞു. തനിക്ക് വേണ്ടി മാത്രമല്ല ഈ അഭ്യർത്ഥനയെന്നും രേഖ വ്യക്തമാക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ മൂലം നിരവധി ജീവനുകൾ പൊലിയുന്നു. ഇതേ മേഖലയിൽ ജോലി ചെയ്യുന്ന തന്റെ സഹപ്രവർത്തകരും സമാനമായ അവസ്ഥകൾ നേരിടുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് താൻ. എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും കരുതി വിഷയത്തിൽ നടപടിയെടുക്കണമെന്നും രേഖ അഭ്യർത്ഥിച്ചു. എന്നാൽ രേഖയുടെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നു. സോഷ്യൽ മീഡിയ ബുള്ളിംഗ് നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ രേഖ എന്നാണ് സത്യഭാമ ചോദിക്കുന്നത്. 5 കല്യാണം സാരി മാറുന്നതുപോലെ നടത്തിയാൽ പിള്ളേര് വെറുതെ ഇരിക്കുമോ എന്ന് ചോദിച്ച സത്യഭാമ കുറച്ചുനാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ സന്തോഷത്തോടെ ഇരിക്കുവാനും രേഖയെ ഉപദേശിച്ചു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. സോഷ്യൽ മീഡിയ ബുള്ളിംഗ് നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ നിങ്ങൾ? 5 കല്യാണം സാരി മാറുന്ന പോലെ നടത്തിയാൽ പിള്ളേര് വെറുതെ ഇരിക്കുമോ? എപ്പോ കയറ്റി വിട്ടു എന്ന് ചോദിച്ചാൽ പോരെ റോക്കറ്റിൽ. നിങ്ങളൊരു പബ്ലിക് ആയതുകൊണ്ടാണ് ഇത്രയ്ക്കും ടെൻഷൻ. കുറച്ചുനാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ സന്തോഷമായിരിക്കൂ, എല്ലാം ശരിയാകുമെന്നാണ് സത്യഭാമയുടെ വാക്കുകൾ. ഒരാൾ സൈബർ ആക്രമണം മൂലം മാനസികമായി തകർന്നിരിക്കുമ്പോൾ അവരുടെ സ്വകാര്യ ജീവിതത്തെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുള്ള സത്യഭാമയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വലിയ ചർച്ചയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട്. മുൻപ് RLV രാമകൃഷ്ണനെതിരെ വംശീയ അധിക്ഷേപം നടത്തി വിവാദത്തിലായ സത്യഭാമയുടെ ഈ പുതിയ നിലപാടും ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടേറിയ ചർച്ചയാണ്. യൂട്യൂബർമാരുടെ വേട്ടയാടലിൽ നിന്ന് സംരക്ഷണം തേടിയെത്തിയ നടിക്ക് ലഭിച്ചിരിക്കുന്നത് അതിലും ക്രൂരമായ വിമർശനമാണോ? സൈബർ ബുള്ളിംഗ് എന്നാൽ ജീവിത രീതിയെ പരിഹസിക്കുവാനുള്ള അനുവാദമാണോ? രേഖ രതീഷിന്റെ കണ്ണീരും സത്യഭാമയുടെ കടുത്ത മറുപടിയും ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.